മുതലപ്പൊഴി വീണ്ടും ഒരു മരണപ്പൊഴിയായിരിക്കുകയാണ്. നമ്മൾ നിരവധി തവണ ഇവിടെ അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന വാർത്തകൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നും ഒരു മരണമാണ് മുതലപ്പൊഴിയിൽ സംഭവിച്ചിരിക്കുന്നത്. അത് മത്സ്യബന്ധനത്തിനായിട്ട് പോയി തിരിച്ചു വരുമ്പോഴാണ് ഏകദേശം പുലർച്ചെ 1:30 കൂടിയിട്ട് 4 പേർ സഞ്ചരിച്ച ഒരു ബോട്ട് അതിശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞത്. അതിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. അതിൽ ഒരാളാണ് രക്ഷപ്പെടാൻ സാധിച്ചില്ല, പുള്ളി മുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ മറ്റു മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് തെരച്ചിലിനൊടുവിലാണ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചത്. നിരവധി തവണയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഇപ്പോഴും എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏകദേശം 2012 മുതൽ 2017 വരെയുള്ള ഒരു കണക്കനുസരിച്ച് മുതലപ്പൊഴി പുലിമുട്ട് ഹാർബർ പരിസരത്തുള്ള അപകടങ്ങളിൽ ഏകദേശം 42ഓളം മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. മിക്കവരും ഈ 5 തെങ്ങിലെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. ഇതിൽ 17 പേർ ഹാർബറിൽ പുലിമുട്ടിൽ കുടുങ്ങിയാണ് മരിച്ചത്. ഈ കണക്കിൽ 2017 നവംബറിലെ ഓക്കി കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരും മരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല 2018 അദാനി പോർട്ടിന്റെ വരവാണ് മുതലപ്പൊഴി ഹാർബറിനെ സുരക്ഷിതമാക്കുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറിമറിയുകയായിരുന്നു. ഈ ഒരു ഹാർബർ വന്നതിന് ശേഷമാണ് ഇവിടെ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെയുള്ളവരുടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. മാത്രവുമല്ല, ഇപ്പോൾ അതിശക്തമായ തിരമാലയും മറ്റുമാണ്. കൂടാതെ കള്ളക്കടൽ പ്രതിഭാസം അടക്കം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് യാതൊരു തരത്തിലും വിലയും തരാത്ത നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ബോട്ട് അപകടത്തിൽപ്പെട്ടതിന് ശേഷം അവർക്ക് ബോട്ടുടമകൾക്കും യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിനും യാതൊരു തരത്തിലുള്ള ധനസഹായം ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വീണ്ടും ഇത്തരത്തിൽ ഇനിയെങ്കിലും നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൈകൊണ്ടില്ലെങ്കിൽ ഇനിയും ഇവിടെ മുതലപ്പൊഴിയിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് ഇത് മാത്രം ഉപജീവന മാർഗമായിട്ട് നടക്കുന്ന മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു ബോട്ട് പോകുന്ന ആ ഒരു സ്ഥലത്താണ് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത്. എപ്പോഴും അങ്ങോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തിരമയുടെ സ്ഥിതി ആയിരിക്കില്ല തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കൂടുതലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കം നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അവർ കുറച്ച് പേര് കരയിലിരിക്കും. അങ്ങനെ പോയി വരുന്ന ബോട്ടുകളുടെ അടുത്ത് ഇവിടെ തിര ശാന്തമാണെങ്കിൽ മാത്രമാണ് അവർ തിരിച്ചിങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. അല്ലെങ്കിൽ അവർ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് ആ ബോട്ടുകൾ ഇങ്ങോട്ട് തിരിച്ചു വരിക. അല്ലെങ്കിൽ അതുവരെ അവർ വരില്ല. അല്ലെങ്കിൽ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോഴും ഇന്ന് രാവിലെ അപകടമുണ്ടായ ബോട്ട് രാവിലെ അത് മുകളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് മുങ്ങി. മാത്രമല്ല, ഈ ഒരു വലയും എല്ലാം തന്നെ നശിച്ചു മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഒരുപാട് തവണ ഇവർ ഇത് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉടനടി കിട്ടാനുള്ള യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ലക്ഷങ്ങൾ ഏകദേശം നമ്മളൊരു ഇന്ന് അപകടമുണ്ടായ ഒരു ബോട്ടുടമയോടക്കം സംസാരിച്ചപ്പോൾ ഏകദേശം 10 ലക്ഷത്തോളം നഷ്ടമാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ബോട്ട് ഇത്തരത്തിൽ മുങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ നാശനഷ്ടം സംഭവിക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ കിട്ടാനുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഫിഷറീസ് മന്ത്രി അടക്കം ഇവർക്ക് പല വാഗ്ദാനങ്ങളും ഉറപ്പുകളും നൽകിയിട്ടും ഇവർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം ഒന്നും തന്നെ ഇതുവരെ ലഭിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ.